സമ്പത്ത് നമ്മിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ശക്തിയാണ്. സമ്പത്തിനെ നമ്മിൽ നിന്ന് അകറ്റുന്നത് മറ്റൊരു ശക്തിയാണ്. എന്നാൽ നമ്മിലേക്ക് സമ്പത്ത് കൊണ്ടുവരുന്ന ശക്തി ഏതാണ്? ആവർത്തന പുസ്തകം 8:18 അവസാന ഭാഗം പറയുന്നു, നിങ്ങളുടെ ദൈവമായ സർവേശ്വരനെ നിങ്ങൾ സ്മരിക്കണം. സമ്പത്ത് നേടാനുള്ള ശക്തി നിങ്ങൾക്ക് നൽകുന്നത് അവിടുന്നാണ്. ഇസ്രായേൽ ജനത്തോട് മോശ പറയുന്ന വാക്കാണിത്. മോശ അവരെ വിളിച്ചിട്ട് പറയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങളിലേക്ക് സമ്പത്ത് അടുപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് നിങ്ങളുടെ രക്ഷിതാവും കർത്താവും ദൈവവുമായ സർവേശ്വരൻ്റെ ശക്തിയാണ്. ആ ശക്തി നിങ്ങളിലേക്ക് സമ്പത്തിനെ അടുപ്പിക്കും, നന്മയെ വലിച്ചടിപ്പിക്കും. ആ ശക്തി തന്നത് അവിടുന്നാണ്. നിങ്ങളിൽ സമ്പത്ത് വർദ്ധിക്കുമ്പോഴും നിങ്ങൾ സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുമ്പോഴും നിങ്ങളെ സമ്പന്നമാക്കിയത് ദൈവം നിങ്ങൾക്ക് തന്ന ശക്തിയാലാണ് എന്നുള്ള ബോധ്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ ഓർക്കണമെന്നാണ് മോശ ഇവിടെ പറയുന്നത്. ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയേണ്ട ഒരു സത്യം, സമ്പത്തിനെ നമ്മിലേക്ക് അടുപ്പിക്കുന്നത് ദൈവിക ശക്തിയാണെങ്കിൽ സമ്പത്തിനെ നമ്മളിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുന്നത് പൈശാചിക ശക്തിയാണ്. ദൈവശക്തിയിൽ ആശ്രയിക്കുന്ന നിങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കുകയും നിങ്ങളിലേക്ക് വിവിധ മാർഗങ്ങളിൽ കൂടെ മേഖലകളിൽ കൂടെ സമ്പത്തിനെ ആ ശക്തി വലിച്ചടിപ്പിക്കുകയും ചെയ്യും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹാശക്തിയിൽ വിശ്വസിക്കുക. ആവർത്തന പുസ്തകം 8:18 അവസാനത്തെ ഭാഗം നിങ്ങൾ ചിന്തിക്കുക, അത് ധ്യാനിക്കുക. കർത്താവിൻ്റെ ശക്തി നിങ്ങളെ സമ്പൽ സമൃദ്ധിയിലേക്ക് നയിക്കും.